പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ NSS ഗ്രേസ് മാർക്ക് ആഡുമായി ബന്ധപ്പെട്ട ഫെസിലിറ്റി അവൈലബിൾ ആയിട്ടുണ്ട്. ഈ സമയത്ത് വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്ക് ഞാൻ 2 വീഡിയോ ചെയ്തിരുന്നു. ഒന്ന് എങ്ങനെ ആഡ് ചെയ്യാമെന്ന്, 2 ആഡ് ചെയ്യുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ അതിൽ പെടാത്തൊരു കാര്യം, ഇന്ന് NSS ഗ്രേസ് മാർക്ക് ആഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്ക് സംശയമുണ്ട്. വന്ന സമയത്ത് തന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യമാണ് പറയുന്നത്. ഒന്ന്, നിങ്ങൾ പരീക്ഷയുടെ ഫസ്റ്റ് റിസൾട്ട് വന്ന സമയത്ത് ഇവിടെ P ആയിരുന്നു ഈ വിദ്യാർത്ഥിക്ക്, ഉദാഹരണമാണ് പറയുന്നത്, P ആയിരുന്നു, പക്ഷേ ഇവിടെ F കാണിക്കുന്നുണ്ട് എന്ന് ഒട്ടേറെ വിദ്യാർത്ഥികൾ പറഞ്ഞ്, ഇനി ഞാൻ പരീക്ഷ എഴുതിയ റിസൾട്ട് വന്നപ്പോൾ ഞാൻ പാസ്സായിട്ട്, പക്ഷേ ഇവിടെ F ആണ് കാണിക്കുന്നത്. എന്നിട്ട് ഇവിടെ 4 മാർക്ക് എന്ന് കാണിക്കുന്നുണ്ടെങ്കിൽ ഈ വിദ്യാർത്ഥി പാസ്സായിട്ടുണ്ട്. ഈ വിദ്യാർത്ഥി പാസ്സായ സമയത്ത് മോഡറേഷനിലൂടെയാണ് ഈ വിദ്യാർത്ഥി പാസ്സായത്. ഓക്കെ, ഈ വിദ്യാർത്ഥി മോഡറേഷനിലൂടെയാണ് വിദ്യാർത്ഥി പാസ്. മോഡറേഷൻ എന്ന് പറയുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ കുറേ വിദ്യാർത്ഥികൾ തോൽക്കുന്ന സമയത്ത്, തോൽക്കാൻ സാധ്യതയുള്ള കുറച്ച് തോൽവിയുടെ മാർക്കിനോട് അടുത്തുള്ള കുറച്ച് വിദ്യാർത്ഥികൾ പാസ്സാക്കുന്നതിന് വേണ്ടി കൊടുക്കുന്ന മാർക്കാണ് മോഡറേഷൻ മാർക്ക്. അപ്പോൾ ഈ വിദ്യാർത്ഥിക്ക് 4 മാർക്ക് മോഡറേഷൻ കിട്ടിയിട്ടാണ് ഈ വിദ്യാർത്ഥി അന്ന് പാസ്സായത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, ഇങ്ങനെ കാണുന്ന വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത്, ഇവിടെ 4 മാർക്ക് ആഡ് ചെയ്യുകയാണ് വേണ്ടത്. ആദ്യം ചെയ്യേണ്ടത് ഇവിടെ 4 മാർക്ക്. ഈ വിദ്യാർത്ഥിക്ക് ആകെ 4 മാർക്ക് ആഡ് ചെയ്യാൻ ഫെസിലിറ്റി ഉള്ളൂ, ബാക്കിയുള്ളതിലൊന്നും നോട്ട് അപ്ലിക്കബിൾ ആണ്. സോ അതേപോലെ നോട്ട് എലിജിബിൾ ആണ്, ഇതിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൽ 4 മാർക്ക് ആഡ് ചെയ്താൽ ആ വിദ്യാർത്ഥി അതിൽ പാസ്സാവുന്നതാണ്. ഇത് മോഡറേഷൻ കിട്ടിയ വിദ്യാർത്ഥികൾക്കാണ് ഇപ്പോൾ ഫെയിൽഡ് എന്ന് കാണിക്കുന്നത്. ഓക്കെ, ഒന്നാമത്തെ സംശയത്തിനുള്ള മറുപടി. അപ്പോൾ ഇവിടെ ഇങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ആദ്യം ഇത് പാസ്സാക്കണം എന്നാണ് പറയാനുള്ളത്. അതിൻ്റെ കാര്യം ഇവിടെ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഗ്രേഡ് ഷോൺ ഈസ് ആഫ്റ്റർ വിഡ്രോയിങ് മോഡറേഷൻ ഇഫ് എനി മേ ഡിഫർ ഫ്രം റിസൾട്ട് പബ്ലിഷ്ഡ്. ഇവിടെ നേരത്തെ നമ്മൾ മോഡറേഷൻ്റെ കാര്യത്തിൽ ഇതതിൻ്റെ സൈറ്റിലുള്ള കാര്യമാണ്. അതുപോലെ 85 മാർക്ക് കിട്ടിയ വിദ്യാർത്ഥിനും അവർക്ക് ഗ്രേസ് മാർക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഈ വിദ്യാർത്ഥിക്ക് ഇവിടെ നമുക്കൊക്കെ ഉള്ളൊരു സംശയം, നിങ്ങൾക്ക് പല ആളുകൾക്കും ആഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട്. ആഡ് ചെയ്യുമ്പോൾ അതിൽ എൻ്റർ ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. അതിന് ഒന്നെങ്കിൽ ലാപ്ടോപ്പ് ഉപയോഗിച്ചിട്ട് ചെയ്യുക, അപ്പോൾ വളരെ കൃത്യമായിട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. മറ്റൊരു രീതി എന്ന് പറയുന്നത്, നിങ്ങൾ എന്ത് ചെയ്യുക, വാട്സപ്പിലോ, നിങ്ങളുടെ ഉദാഹരണത്തിന് ഞാൻ എടുക്കുകയാണ്, വാട്സപ്പ് എടുത്തു. ഈ വാട്സപ്പിൽ ഞാൻ ഇവിടെ വിദ്യാർത്ഥിക്ക് 6 മാർക്കാണ് ആഡ് ചെയ്യാനുള്ളത്. ഈ 6 മാർക്ക് എന്ത് ചെയ്ത് ഞാൻ കോപ്പി ചെയ്തു. ആ കോപ്പി ചെയ്തിട്ട് എന്ത് ചെയ്ത് ഇവിടെ ഞാൻ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലഭിക്കുന്നുണ്ട്. എന്നിട്ട് എന്ത് ചെയ്താൽ മതി, ഈ വിദ്യാർത്ഥിക്ക് സബ്മിറ്റ് ചെയ്യാം. ഇപ്പോൾ വിദ്യാർത്ഥിക്ക് ഇവിടെ 7 മാർക്കുണ്ട്, പക്ഷേ ഈ വിദ്യാർത്ഥിക്ക് 6 മാർക്ക് ആഡ് ചെയ്തിട്ടേ കാര്യമുള്ളൂ. അതിന് 7 മാർക്ക് ആഡ്, അതുകൊണ്ട് 6 മാർക്കേ ഈ സബ്ജക്റ്റിൽ കിട്ടുള്ളൂ. പക്ഷേ ഈ വിദ്യാർത്ഥിക്ക് ഇവിടെയുള്ള ഈ പൊളിറ്റിക്സ് എന്ന സബ്ജക്റ്റിന് ഇവിടെ ഒന്നും കൂടി ആഡ്, ഒന്നിലധികം സബ്ജക്റ്റുകൾക്ക് ആഡ് ചെയ്യാൻ പറ്റും. അതിൻ്റെ റൂളും മറ്റു കാര്യങ്ങളൊക്കെ അതിൽ പറയുന്നുണ്ട്. ഇതാണ് ഇപ്പോൾ പബ്ലിഷ് ചെയ്ത സമയത്ത് ഉള്ള പ്രശ്നം. എന്നിട്ട് ഇവിടെ സബ്മിറ്റ് ബട്ടൺ നെക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഗ്രേസ് മാർക്ക് ആ സെമസ്റ്റർ തേടി, ഇനി അതേപോലെ സെക്കൻഡ് സെമ്മ്, തേർഡ് സെമ്മ് ഒക്കെ ഇതുപോലെ ചെയ്യാവുന്നതാണ്. ഈ കാര്യം ഇതിൽ ശ്രദ്ധിക്കുക. ഇതാണ് സംശയം. പിന്നെ വിദ്യാർത്ഥികൾ സംശയമുള്ള, ഞാൻ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്തിരുന്നു, പക്ഷേ എനിക്കിവിടെ ഇപ്പോൾ പഴയ മാർക്ക് തന്നെയാണ് കാണിക്കുന്നത് എന്നാണ് പറയുന്നത്. ആ പഴയ മാർക്ക് കാണിക്കുള്ളൂ. പുതിയ ഇമ്പ്രൂവ് ചെയ്ത മാർക്കോ സപ്ലൈ ചെയ്ത മാർക്കോ ഒന്നും ഇതിൽ കാണിക്കില്ല. ആദ്യത്തെ മാർക്ക് മാത്രമേ അതിൽ കാണിക്കുള്ളൂ. അതിലേക്ക് മാത്രമേ ഗ്രേസ് മാർക്ക് ആഡ് ചെയ്യാൻ സാധിക്കുള്ളൂ. അതുകൊണ്ടൊന്നും നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്തില്ല എന്നുള്ള ടെൻഷൻ വേണ്ട എന്നുള്ള കാര്യം കൂടി അറിയിക്കണം. അതിൻ്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അതിൽ പറഞ്ഞിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പഴയ മറ്റു വീഡിയോസൊക്കെ കണ്ടിട്ട് കൃത്യമായിട്ട് നോക്കിയിട്ട് കാര്യങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, താങ്ക് യു.